നമസ്കാരം. എന്തായാലും കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. കനകോലും മാമൻ പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസ് തന്നെ തിരിച്ചുവരും. കോൺഗ്രസിന് ഏകദേശം 14 എംപിമാർ കേരളത്തിൽ നിന്ന് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എംപിമാർ കേരളത്തിൽ നിന്നായിരിക്കും, ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിൽ നിന്നാവും. അപ്പോൾ കോൺഗ്രസിൽ അത്രയും എംപിമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം തങ്ങൾക്കുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ കനകോലുവിൻ്റെ ചില രാഷ്ട്രീയ വിശകലനം, നിരീക്ഷണം എന്നുള്ളതാണ്. അപ്പം എന്ന് വെച്ചാലും CPM ഇനി അധികം മഞ്ഞു കൊള്ളണ്ട. കാരണം CPM ഇനിയിപ്പം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വികസന ചർച്ചകൾ നടക്കുന്നു. എന്തിന്? 2026 ആകുമ്പോൾ ഈ വികസന ചർച്ചകളുടെ ഒന്നും പൊടി പോലും കാണത്തില്ല. കാരണം കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ കയറാൻ പോവുകയാണ്. കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ കയറിയാൽ ഇവിടെ CPM ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രാധാന്യം ഇല്ലാതെ വരും. അപ്പോൾ കേരളത്തിന്റെ പുതിയൊരു വികസന മോഡൽ എന്ന് പറയുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കും. ഇത് കനകോലുവിന് കണ്ടുപിടുത്തമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2026 ഉറപ്പായിട്ട് കിട്ടും. അങ്ങനെ വരുമ്പോൾ അന്ന് നമുക്ക് BJPക്ക് മാത്രം അല്ല, കോൺഗ്രസിന് മാത്രമായി കിട്ടാൻ പോകുന്ന സീറ്റുകൾ കഴിഞ്ഞ തവണത്തെ പോലെ വെറും 21 അല്ല, 60 സീറ്റുകളാണ് പിടിക്കാൻ പോകുന്നത്. 60 സീറ്റുകൾ കോൺഗ്രസ് മാത്രമായി പിടിക്കും. ബാക്കി 40 സീറ്റിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. 100 തയ്ക്കാൻ, 100 വേണ്ട കോൺഗ്രസിന്. ബാക്കി ഇനിയും അവർക്കൂടെ കിട്ടിയ ഒരു 15 സീറ്റ് കൂടെ ആയി കഴിയുമ്പോൾ തന്നെ 75 സീറ്റിന് മുകളിൽ പോയി കഴിയും. ഈ 60 സീറ്റ് എന്ന് പറയുന്നത് ഷുവർ സീറ്റാണ് കേട്ടോ. ഈ 60 സീറ്റ് ഷുവറാണ്, അത് ഉറപ്പായിട്ടും കിട്ടുന്ന സീറ്റുകളാണ്. പിന്നെ ഇത് ഈ പറയുന്ന പോലെ 80 വരെ എത്തിയേക്കാം. അവർ നിർത്തുന്നതിൻ്റെ എണ്ണം അനുസരിച്ച് 80-90 വരെയൊക്കെ അവർക്ക് നിർത്താൻ പറ്റുമല്ലോ. അപ്പോൾ 90 പേരെയൊക്കെ വിജയിപ്പിച്ചെടുക്കാം. പിന്നെ ഇത് കൂടാതെ ഘടകകക്ഷികളായ പിന്നെ നമുക്കറിയാം ലീഗിൻ്റെ സീറ്റ് വരുന്നുണ്ട്, അതോടൊപ്പം NCPയുടെ ഒരു വിഭാഗത്തിൻ്റെ വരുന്നുണ്ട്, JDUവിൻ്റെ സീറ്റ് വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ, പിന്നെ RSPയുടെ സീറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലാക്കി വരുമ്പോൾ 100 എന്ന് പറയുന്ന ഒരു വട്ടത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. കേരളത്തിൻ്റെ ഭരണം കോൺഗ്രസ് പിടിക്കുകയും ചെയ്യും. ഇതാണ് കനകോലു കണക്ക് കൂട്ടുന്നത്. പിന്നെ തന്നെയുമല്ല, കനകോലുവിന് വേറൊരു പദ്ധതിയുണ്ട്. ചില ആൾക്കാർക്ക് ഇനിയിപ്പം കേന്ദ്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം MPമാർ നമ്മുടെ കേരളത്തിലുണ്ട്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറേ കാലമായി ഇങ്ങനെ വെറുതെ ഇരുന്ന് തുരുമ്പെടുത്തു തുടങ്ങി. പത്തനംതിട്ടയിലാണെങ്കിൽ ആന്റോ ആന്റണി എന്ന് പറയുന്ന ഒരാൾക്കെതിരെ പോസ്റ്റർ MPയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പത്തനംതിട്ടയിൽ. ആ MP തന്നെ വീണ്ടും വിജയിച്ചു. ആ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വർഗീയതയുണ്ടെന്നേ. അവിടെ ഒരു സാമുദായിക വോട്ടുകളെല്ലാം കൃത്യമായി വന്ന് മറിഞ്ഞ് വീണതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി എന്ന് പറയുന്ന കാണാനില്ലാത്ത ഒരാളെ വീണ്ടും അവിടെ വിജയിപ്പിച്ചത്. ഇപ്പം കൊടിക്കുന്നിൽ സുരേഷ് ഏറ്റവും കുറച്ച് വിനിയോഗിച്ച ഒരാൾ, ഏറ്റവും അറ്റൻഡൻസ് ഉള്ളതൊക്കെ കൊടിക്കുന്നിൽ സുരേഷാണ്. കെ സുധാകരൻ. അപ്പം ഇങ്ങനെ നിരവധിയായ ആളുകളുണ്ട്. ഇപ്പം കെ സുധാകരൻ വിജയിച്ച കണ്ണൂരിൽ CPMനെ എതിർത്ത് നിൽക്കാൻ കഴിയുന്ന ശക്തനായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കെ സുധാകരൻ ജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ പോയിരുന്ന് തുരുമ്പെടുത്തു പോയി. കാരണം ഒരു പണിയില്ല, അവിടെയും പണിയില്ല, ഇവിടെ വാട്ടി വന്നിട്ട് എന്ത് ചെയ്യാനാണ്, നാട്ടിലും പണിയില്ല. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഒരു മാറിച്ചവിട്ടൽ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു നേതാവ് മാറുന്നു. കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ചാലക്കുടി ബെന്നി ബെഹന്നാൻ, MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഏകദേശം 7 പേര്. പിന്നെ കെ സുധാകരനും KCയും അടക്കമുള്ള 8 പേരോളം വരുന്ന ഒരു ഗ്രൂപ്പ് MPമാർ കേരളത്തിൽ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 8 പേര് കേരളത്തിൽ മത്സരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റുകൾ, വിജയസാധ്യതയുള്ള സീറ്റുകൾ. അപ്പം തന്നെ നമ്മൾ ആലോചിച്ചു, 8 പേർക്കും സീറ്റ് കിട്ടിക്കഴിഞ്ഞു. 8 ഷുവർ സീറ്റ് ഇപ്പോൾ ഉറപ്പിച്ചു. കാര്യം MK രാഘവൻ വിജയിക്കും, കെ സുധാകരൻ വിജയിക്കും, കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണിയും എന്ന് വേണ്ട ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ഈ 8 പേരും അവർ വിജയിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ അവർക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ കെ സുധാകരൻ ധർമ്മമെടുത്ത് പിണറായി വിജയനായിട്ട് വരാണെങ്കിലും മത്സരിക്കും. അപ്പോൾ പിണറായിയെ തോൽപ്പിച്ചുകൊണ്ട് കെ സുധാകരനോടെ വിജയിക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ കനകോലു പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന 8 MPമാർ രാജിവെക്കുന്നു. ഒരാളും കൂടിയുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിൽ. നിങ്ങളെ മറന്നതല്ല ഷാഫിക്ക, നിങ്ങളും വരും. അങ്ങനെ ഷാഫി പറമ്പിലും കൂടെ വന്നിട്ട് 9 MPമാർ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു. ഇതിലെല്ലാവരും രാജിവെച്ച് മത്സരിക്കണം തൻ്റെ ഇടമുണ്ടെങ്കിൽ. കാരണം കനകോലു പറഞ്ഞു ഇവർ വിജയിക്കും, ഇവരെ നിർത്തുന്നതുകൊണ്ട്. അതുകൊണ്ട് ഉറപ്പായും അവർ രാജിവെച്ച് മത്സരിക്കാൻ തന്നെ
കനകോലു പറയണം, ആവശ്യപ്പെടണം. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ. എന്നിട്ട് വീണ്ടും ഞാൻ വെച്ചാൽ 9 നിയമസഭ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് 2026 അടുത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. കാര്യം ഇവർ ജയിച്ചാൽ, രാജിവെച്ച് ഇവർ തോറ്റുപോയി കഴിഞ്ഞാൽ ആ 9 ഇടത്തേക്ക് വീണ്ടും, അല്ലെങ്കിൽ 9, 5, 6 അങ്ങനെ വരുന്ന ഒരു സംഖ്യയ്ക്കകത്ത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ അങ്ങനെ 9 സീറ്റുകളിൽ മത്സരിക്കുന്നു. എന്നാൽ ചില ഒരു യുവാക്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചില യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം. അപ്പോൾ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അതോടൊപ്പം ഈ താരപരിവേഷമുള്ള വീണ നായരെ പോലെയുള്ള, ഇപ്പോൾ പോയി കിടന്ന് അടിമേടിച്ച അരിതാ ബാബുവിനെ പോലെയുള്ള താരപരിവേഷമുള്ള കുറേയധികം ആൾക്കാർക്ക്, ഇപ്പം നമുക്കറിയാം ജ്യോതി വിജയകുമാർ എന്ന് പറഞ്ഞ ഒരാളെ ചെങ്ങന്നൂരിൽ നിന്ന് മത്സരിപ്പിക്കണം. ഇനി അടുത്ത തവണ ഈ പറയുന്ന പോലെ ഇദ്ദേഹം അവിടെ സജി ചെറിയാൻ അവിടെ മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജ്യോതി വിജയകുമാറിനെ അവിടെ ഇട്ട് മത്സരിപ്പിക്കാം. റിജിൽ മാക്കുറ്റി, കാര്യം താരമാണ്. എന്തുകൊണ്ട് റിജിൽ മാക്കുറ്റി താരമായും ചോദിച്ചാൽ ചാനൽ ചർച്ചകളൊക്കെ ഉള്ളത് കൊണ്ട്, കാര്യം ഇത്രയും മാധ്യമ സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം 9-8 മണി മുതൽ ഈ ചർച്ചകളുണ്ട്. അപ്പോൾ അത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവരാണ് താരങ്ങൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഉയർന്നു വന്ന ഒരു താരോദയമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള താരങ്ങളെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടണം. ജ്യോതി വിജയകുമാർ പിന്നെ നമുക്കറിയാം ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു. പിന്നീട് അവർ രാഹുൽ ഗാന്ധിയുടെ ട്രാൻസ്ലേറ്ററായിട്ട് ഒട്ടുമിക്ക കാര്യങ്ങളും ഒരു വെറും വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അവർ കൃത്യമായി അതിനെ അനലൈസ് ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, വളരെ നന്നായി പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയാണ് ഈ ജ്യോതി വിജയകുമാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്യോതി വിജയകുമാർ താരപരിവേഷമുള്ളതാണ്. അരിതാ ബാബു എന്തിൻ്റെ താരമാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. വീണ നായർ പിന്നെ ഈ മാധ്യമ പ്രവർത്തകയാണ് എന്നൊക്കെയുള്ള ഒരു താരപരിവേഷം വീണ നായരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് തൽക്കാലം സീറ്റ് കൊടുക്കണ്ട എന്നൊരു തീരുമാനം വരുന്നുണ്ട്. പക്ഷേ ആ തീരുമാനം മാറും. പിന്നെ അതോടൊപ്പം സന്ദീപ് വാര്യർ താരമാണ്. BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു കയറിയ ഒരു യവനനായ ഒരു മനുഷ്യനാണല്ലോ. അപ്പം എന്ത് തന്നെയാണെങ്കിലും ആ യവനസുന്ദരന് എന്തായിരുന്നാലും സീറ്റ് കൊടുക്കും. താരോദയമാണ്. അപ്പം ഈ പറയുന്ന ആളുകളെല്ലാം വിജയിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. ഇപ്പോൾ കായംകുളത്ത് അരിതാ ബാബുവിനെ വീണ്ടും നിർത്തി ഒരു പരീക്ഷണം കൂടി നടത്താനായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് ശ്രമിക്കുക. അരിതാ ബാബു വേറെ എവിടെയും പോകുന്ന ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പം വീണ നായരെ ഇനിയിപ്പോൾ നിയമം എന്തായാലും നോക്കണ്ട. നിയമത്തെ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അവിടെ നങ്കൂര വിട്ട് കഴിഞ്ഞു. ഇനി രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ നങ്കൂര ഊരി മാറ്റാൻ അവിടെ അപ്പം പിന്നെ നങ്കൂര വിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് വീണ നായർ വന്ന് മത്സരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കാൻ പോവുക എന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിയമത്തേക്ക് വീണ നായരെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായി അവിടെ വി ശിവൻകുട്ടിയെ തന്നെ മത്സരിപ്പിക്കാനാണ് സാധ്യത എന്ന് നമുക്ക് അറിയേണ്ടി വരും. അപ്പോൾ അങ്ങനെ തുടങ്ങിയ കുറേയധികം ആൾക്കാരെ ഇങ്ങനെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം തീരുമാനമായിരിക്കുന്നത്. അങ്ങനെ തീരുമാനമായതുകൊണ്ട് തന്നെ 60 സീറ്റ് ഉറപ്പായും കിട്ടും എന്നുള്ളതാണ്. എന്നാൽ പിന്നെ കുറച്ച് പേര് പുറത്തിരിപ്പുണ്ടല്ലോ. നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള, PJ കുര്യനെ പോലെയുള്ള, അതോടൊപ്പം തന്നെ VM സുധീറിനെ പോലെയുള്ള ഒരുപറ്റം മുതിർന്ന തുരുമ്പെടുത്ത നേതാക്കൾ കുറേയധികം ആൾക്കാരിപ്പുണ്ട്. കുറേ കാലമായി രാഷ്ട്രീയത്തിലൊന്നും, വലിയ സജീവ രാഷ്ട്രീയത്തിലൊന്നും ഇല്ല. മാപ്പ് പറഞ്ഞുകൊണ്ട് AK ആന്റണി വന്നിട്ട് കേരളത്തിൽ ഇനി ഒരു മുഖ്യമന്ത്രിയാകാൻ തനിക്ക് കഴിയുമോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ വന്നത്. ഏജ് ഓവറായിപ്പോയി. അപ്പോൾ ഇങ്ങനെ പലരും ഇതിലേക്ക് എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവരെ പരിഗണിച്ചുകൂടാ? മുതിർന്ന നേതാക്കളല്ലേ. ഈ പറയുന്ന PJ കുര്യനുണ്ട്, മുതിർന്ന നേതാവാണ്. അതോടെ VM സുധീരനുണ്ട്, മുതിർന്ന നേതാവാണ്. അവരെ പരിഗണിച്ചുകൂടെ തുടങ്ങിയ ചോദ്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. ഇപ്പം തന്നെ ഏകദേശം സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞു. 60 സീറ്റ് വിജയിക്കുന്നതിൽ 9 പേര് തീരുമാനമായി. അതോടൊപ്പം തന്നെ യുവാക്കളെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ജ്യോതി വിജയകുമാർ, രാജു P നായർ, ഹെൻറി ഓസ്റ്റിൻ ജൂനിയർ, മാത്യു ആന്റണി, അരിതാ ബാബു, റിജിൽ മാക്കുറ്റി, സനീഷ്, JS അഖിൽ, വീണ നായർ തുടങ്ങിയ 9 പേര് അവിടെയായി. അപ്പം ഏകദേശം 17 പേരുടെ കാര്യത്തിൽ തീരുമാനമായി നിൽക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ 17ൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒന്ന് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ VM സുധീരൻ, 2 മുല്ലപ്പള്ളി രാമചന്ദ്രൻ, 3 PJ കുര്യൻ തുടങ്ങിയ നേതാക്കളെയും കൂടെ വരുന്നു. അപ്പോൾ അങ്ങനെ 20 തികഞ്ഞു. ഇനിയും കുറച്ച് പേരെയും 50 പേരെ എങ്ങനെയെങ്കിലും ഒക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കിക്കൂട്ടി ഒരു 70 പേരെയൊക്കെ അങ്ങ് ഒപ്പിക്കാനുള്ളതുണ്ട്. രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞിട്ടില്ല. VD സതീശൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബിന്ദുകൃഷ്ണ, ഓഫ് കോഴ്സ് ബിന്ദുകൃഷ്ണ ഇത്തവണയും കരച്ചിൽ നാടകം നടത്തിയാൽ ബിന്ദുകൃഷ്ണയ്ക്ക് തന്നെ വീണ്ടും സീറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ജയിച്ചു കയറുന്ന ഒരു കോൺഗ്രസ് ഭാരതമാണ്, ഇടതുപക്ഷ മുക്ത ഭാരതമാണ് ശരിക്കും
അല്ലെങ്കിൽ കേരളമാണ് സത്യത്തിൽ കോൺഗ്രസ് ഇപ്പം വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് ആ ബദൽ സംഗമം ഇങ്ങനെ പന്തളത്ത് നടന്നിട്ടുള്ള കാര്യം കോൺഗ്രസ്സുകാർ അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ എന്ത് സംഗമം നടത്തും എന്നുള്ളതാണ് കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പുതിയ പുതിയ പദ്ധതികളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കോൺഗ്രസ് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നടന്നാൽ ഭാഗ്യം.